റൊണാൾഡോ ഗോൾ അടിക്കട്ടാ, അത് ഗോൾ അടിക്കും, നല്ല ചാൻസ് ആണ്, നമുക്ക് ജയിക്കണം, അടിക്കട്ടാ മോനെ ഗോൾ. മോനെ ഗോൾ സീന് ഏതാ സ്യൂട്. ഓ ഷർട്ടൊക്കെ ഒരു സിക്സ് പാക്ക്, ഓ അങ്ങനത്തെ സിക്സ് പാക്ക് എനിക്ക്. അലോക്കേ ഈ എവിടെയാ? തമാൻ തോന്നുന്നു, പോയി നോക്കാം. ഓനെന്താ ക്ലബിലോട്ട് കേറാത്തത്? എന്താ അതമേ, സുഖല്ലേ? എടാ നിന്റെ അടുത്ത് ഫണ്ട് ഉണ്ടോ? അതെന്തിനാ? നീ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ വരാം. എന്തേ കാര്യം എന്താ പറയൂ. നമുക്ക് ട്രിപ്പ് പോയാലോ, എന്ത് പറയുന്നു? അത് നല്ല പരിപാടി, നമുക്ക് ട്രിപ്പ് പോവാം. എന്റെ അടുത്ത് ഫണ്ട് ഉണ്ട്. എത്ര ഉണ്ടാവും ഇന്ത്യയില്? എന്റേല് ഒരു 3K ഉണ്ടാവും. ഇന്ത്യയിലോ? എന്റെ 4K ഉണ്ട്. ഇതുകൊണ്ട് തികയില്ല, നമുക്ക് മാക്സിമിനെ കൂടി വിളിക്കുക. ആ ചങ്ങായി എപ്പോഴും 10 ഒരു ക്ലബിൽ ഉണ്ടാവുമല്ലോ. എന്താവോ ഇന്ന് വന്നിട്ടില്ല. ഇപ്പൊ വരുമായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആടെ മച്ചമ്പേശ ഞാൻ ഇവിടെ എത്തി. എന്തിട്ട് നിങ്ങൾ പരിപാടി? അതൊക്കെ ഞങ്ങൾ പറയാം, നീ ഇങ്ങോട്ട് വാ. ഏട്ടാ മാക്സിമ ഞങ്ങൾ ടൂർ പോകുന്നുണ്ട്. എന്ത് ടൂറോ? നമ്മളൊക്കെ കൂട്ടുവോ? എന്താ മാക്സിമം നീ പറയുന്നേ, നിന്നെ കൂട്ടാക്കോ? ഓക്കെ മച്ചൻ. നിന്റെ അടുത്ത് ഫണ്ട് ഉണ്ടോ? എന്റെ അടുത്തൊരു 2500 ഉണ്ട്, അതുപോലെ. അതൊക്കെ മതി. നാളാണ് നമ്മള് ടൂറ്, അപ്പൊ എല്ലാരും സെറ്റ് ആകാം. ഓക്കെ മച്ചൻ, നമുക്ക് നാളെ കാണാം. നമുക്ക് പവർ മൂടേശാക്കാം. ജീപ്പൊക്കെ സെറ്റ് അല്ലേ? ജീപ്പ് മോഡിഫൈഡ് ആണ്. ജീപ്പ് മോഡിഫൈഡ് ഒന്നുമല്ല. നാളെ ക്ലബിന്റെ മുന്നിൽ വരുന്ന എല്ലാരും. ഓക്കെ, ഏത് മൂഡ്? ടൂർ മൂഡ്, ഏത് മൂഡ്? യാത്ര മൂഡ്, ഏത് മൂഡ്? പൊളി മൂഡ്. ഇന്ന് നമുക്ക് ഒരു പൊളി പൊളിക്കണം. ട്രിപ്പ് മൂടാ. നല്ല വൈബായിരിക്കും. അവരിപ്പോ ഇങ്ങോട്ട് വരുമല്ലോ. ഹലോ, ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരണോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി. ഓക്കെ മച്ചമ്പി, ഇന്ന് ഞങ്ങൾ അവിടെ എത്തി. കേറ് മച്ച വണ്ടിയിലോട്ട്. മച്ച ഞാൻ കേറുന്നു. മാക്സിമം എനിക്കൊരു ആഗ്രഹം, ഫസ്റ്റ് ഞാൻ വണ്ടി ഓടിക്കാം. പിന്നെന്താ മച്ച, നീ ഓടിച്ചോ, എനിക്ക് പ്രശ്നമല്ല. നമുക്ക് ട്രിപ്പ് അടിപൊളിയാക്കണം. പിന്നെ അല്ലാണ്ട് മച്ച നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ നമ്മള് പോകുന്നത് ബെർമുഡ സ്റ്റേറ്റിലോട്ടാണ്. അവിടെ എന്ന് പറഞ്ഞ അടിപൊളി വ്യൂ ആണ്, നല്ല മനോഹരമായ സ്റ്റേറ്റ് ആണ്. നമ്മളെ പോലെ അവിടെ മരുഭൂമി അല്ല. അതെ, എല്ലാരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, അവിടെ അടിപൊളിയാണെന്ന്. നമ്മുടെ കലഹരിയും കാണാനും നല്ല രീതിയിൽ മനോഹരമാണ്. നീ പറഞ്ഞാലും കാര്യമുണ്ട്. അപ്പൊ നമുക്ക് നല്ല റിസോർട്ട് എടുക്കണം. ആ കാര്യം നമ്മൾ മറന്നുപോയി. ഈ യാത്രക്ക് പറ്റി നല്ല അടിപൊളി പാട്ടിട്ടാ മാക്സിമേ. പാട്ടാണോ? ഇന്നാ പിടിച്ചോ. വമ്പുള്ള ചെന്നായുണ്ട് തറവാട്ടിലെ, മുണ്ടിട്ട് നടന്നാല ദുനിയാവിലെ പലത്തിനും പറയാനാ. കണക്കിന് കായ് വരും ചേര, ചമഞ്ഞുള്ള തോഴികളും പായാനായി 2 ആറുകളും 7 ഇലകം ും നേരാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തിമർക്കുകയാണല്ലോ. ഇങ്ങനെ ഇവിടെ ഏതാ വൈബ്? അലോക്ക് പറഞ്ഞ പോലെയാണ്, യാത്ര പോകുമ്പോ പാടാന് നല്ല വൈബാണ് മോൻ. സീൻ സാധനം. എന്നാ അച്ഛന്മാരെ, ഇവിടെ ഒരു കിട്ടില്ല സാധനം ഉണ്ട്, കാണിച്ചു തരാം. നേരെ മുന്നോട്ടൊന്ന് നോക്കിക്ക. നല്ല സീൻ വ്യൂ ആണല്ലോ. അതെ, നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലെ നല്ല വ്യൂ കാണാനുള്ള സ്ഥലമുണ്ട് അല്ലേ? നിങ്ങളാരും ഇറങ്ങുന്നില്ലേ? എനിക്ക് നമ്മളെ സ്റ്റേറ്റ് കണ്ടിട്ടൊക്കെ അടുത്ത സ്റ്റേറ്റ് കാണാൻ താല്പര്യമുള്ളൂ. എന്തായാലും ഇവിടെ കണ്ട് എൻജോയ് ആക്കാം. ഈ സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ടാ വരുന്നത്, എന്താ രസം. നീ പറഞ്ഞ പോലെ തന്നെ ശരിയാ, നമ്മളെ സ്റ്റേറ്റ് കണ്ടിട്ട് അടുത്ത സ്റ്റേറ്റ് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്കിപ്പോ ബെർമുഡ കാണാനാ താല്പര്യം. കാണാത്ത സ്റ്റേറ്റ് കാണുമ്പോഴാണ് എനിക്കിഷ്ടം, അതൊരു കൗതുകമാണ്. അതൊന്നും പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. എന്നാലൊക്കെ വണ്ടി കേറ്. ഇവിടെ അടുത്ത് മാറോ റിസോർട്ട് ഉണ്ട്, 5 സ്റ്റാർ ഒക്കെയാണ്. നമുക്ക് നോക്കാം. 5 സ്റ്റാർ കിട്ടുന്ന റിസോർട്ടോ? അത് അടിപൊളിയാവുമല്ലോ. കുറച്ച് പൈസ കൂടുമെന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് രാവിലെ വരെ ഉള്ളൂ, ചെറിയ എമൗണ്ട് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോയേക്കാം. അതൊക്കെ മാപ്പിൽ ആ റിസോർട്ട് കാണും, നീ ഒന്ന് നോക്കൂ. 100 മീറ്റർ കഴിഞ്ഞാൽ ആ ഒരു റിസോർട്ട് കാണാം. അതല്ലേ റിസോർട്ട്? അത് തന്നെ. അങ്ങോട്ട് പാർക്ക് ചെയ്തോട്. ഞാൻ ഒന്ന് പോയി നോക്കാം. ഹലോ ചേട്ടാ. എന്താ കുഞ്ഞാടേ? ചേട്ടാ, നാളെ രാവിലെ വരെ ഞങ്ങൾക്കൊരു റൂം വേണം. പിന്നെന്താ കുഞ്ഞാടേ, എല്ലാം സെറ്റ് ആക്കാലോ കുഞ്ഞാടേ. ഓക്കേ ചേട്ടാ, നന്ദിയുണ്ടേ. എഗ്രിമെന്റ് ഒക്കെ റെഡി ആക്കിയോളൂ. മേലത്തെ 2ാമത്തെ മുറിയാണ്, അപ്പൊ എല്ലാവരും ഒന്ന് ഫ്രഷ് ആകുക. ഓക്കെ ചേട്ടാ, അതൊക്കെ ഞങ്ങള് സെറ്റ് ആക്കിയോളാം. എടാ നിങ്ങൾ മുകളിലോട്ട് വാ. അല്ലോക്കെ ഞാന്റെ മുകളിലെ നിന്റെ ഒപ്പം ഉണ്ടല്ലോ. നിങ്ങൾ കുളിച്ചോളൂ, അപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കാം. കട്ടിലില്ലേ? ഇനി ചിലപ്പോ ഈ റൂമിൽ ഇല്ലാത്തതായിരിക്കും, മറ്റേ റൂമിൽ പോയോക്കാം. മാക്സിമം ഇവിടെ ഇല്ലല്ലോ, നമ്മളെ പറ്റിച്ചോ ഇയാള്? അങ്ങനെ നമ്മൾ ഫൈനലി ബെർമുഡയിലെത്തി. എജാതി വ്യൂ ആയ ഒരു ബെർമുഡ, ഫുൾ പച്ചപ്പ്. പക്ഷെ ഇന്നലത്തെ രാത്രിക്കത്തെ കൊതുക് നല്ല രസമായി ഇല്ല മാക്സിമേ? റോഡ് സൈഡിലും കിടന്നാ മതിയായിരുന്നു. ഇതിപ്പം കൊതുകിന്റെ കാര്യം കൊണ്ട് നിലത്ത് കിടക്ക. ഇങ്ങനെയുണ്ട് ഇത്. വല്ലാത്തൊരു ഇത്. ഇനിയിപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി മുന്നോട്ട് ചില്ല് മൂടില് പോകണം. ഇവിടെ എന്താ നല്ലൊരു ബംഗ്ലാവ് കാണുന്നുണ്ടല്ലോ, കേറി നോക്കിയാലോ. ഓൾഡ് ബംഗ്ലാവാ തോന്നുന്നു.
പാർട്ടി നമുക്കിവിടെ കേറാം. വൈബാവും ഇവിടെ വൈബാവേ പാർട്ടി. എന്തിനാണ് ഇവിടെ ഇറങ്ങുന്നത്? എനിക്ക് പേടിയാടാ. ഇവിടെ ഇറങ്ങണ്ട, നമുക്ക് പോവാ. നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കാണാനുണ്ടാ. ഇവിടെ എന്തിനാ ഇറങ്ങുന്നത്? ഇത് വല്ല ശവപ്പറമ്പ് എന്തെങ്കിലും ആണോ? ആടത് ശവപ്പറമ്പട മണ്ടന്മാരെ. അല്ല ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം, ഉള്ളിക്കൊന്നും പോകണ്ടല്ലോ. നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളി, ഞാൻ ഇത് ഉള്ളിൽ പോയി എൻജോയ് ആക്കട്ടെ. ഇതൊക്കെയാണ് ബെർമുഡത്തെ വൈബ്. ഞാൻ പോയേ. അവിടെ മാക്സിമം പോകണ്ടോ, അല്ല പ്രേതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. പ്രാതത്തിനൊക്കെ വിശ്വസിച്ച് കുത്തിറക്കാണ് ഇപ്പൊ നിങ്ങള്. പോടാ അവിടുന്ന്, ഞാൻ പോവാ. അവിടെ മാക്സിമം വേഗം വരണേ. ആ മച്ചമ്പീസേ, ഞാൻ വേഗം വന്നോളാം. നുള്ളു കണ്ടിട്ട് വരാം. 15 minutes later. എടാ കൊറേ നേരം അവൻ പോയിട്ട്. അയ്യോ എടാ നമ്മുടെ മാക്സിമം സൗണ്ട് അല്ലേ കേൾക്കുന്നേ? അയ്യോ എടാ നീ വേഗം വണ്ടി കയറ്. എന്താ അതമേ നീ പറഞ്ഞേ? മാക്സിമിനെ എടുക്കാതാണ് നമ്മൾ പോകുന്നത്. എടാ അങ്ങനെയല്ല, ഇവിടെ വല്ല പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും, നമുക്ക് പോയി എന്തെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കാം. അല്ലാതെ ഇവിടെ സേഫ് അല്ല. നീ പറഞ്ഞത് ശരിയാ. ഷോ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ആ അവിടെ ഒരു ബോർഡ് ഞാൻ കണ്ടു, പോലീസ് സ്റ്റേഷൻ 100 മീറ്റർ അടുത്താണെന്ന്. ആ കാണുന്നതായിരിക്കോ? ആ ബെർമുഡത്തെ പോലീസ് സ്റ്റേഷൻ ഇതുപോലെ തന്നെയാണ്, ഒരു ഗ്രീൻ ടൈപ്പ് തന്നെ. ഇതന്നെ ആ ചെങ്ങനോട് ഞാൻ അപ്പളേ പറഞ്ഞ പോവണ്ട. നീ ഒറ്റ ഒരാള് കാരണം കൂടിയാ. എന്താടാ നീ ഇന്നെ പറയുന്നേ? നീ വാ, വേഗം വാ. സാറേ ഒരു മിസ്സിംഗ് കേസാണ് സാറേ. ആറ് മിസ്സിംഗ് കേസ്. ഞാൻ എസ്ഐന്റെ അടുത്ത് പോയോക്കൂ. എസ് ഐ സാറേ, എന്താ കാര്യം? ഞങ്ങൾ കലഹാരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളിപ്പോ 3 ആളുണ്ടായിരുന്നു. നിങ്ങളോട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ആ ഒരു ഏരിയയിൽ ജനങ്ങളെ ഇല്ല, അവരെ അവിടുന്ന് ഒഴിപ്പിച്ചതാണ്. കാരണം പുറത്തെ കാട്ടിൽ നിന്നും 2 പുലികളാണ് ആ ഒരു ബംഗ്ലാവിലോട്ട് കയറിപ്പോയത്. ആ ഒരു ബംഗ്ലാവിലേക്കാണ് നിങ്ങളുടെ ഫ്രണ്ടായ മാക്സിം കയറിപ്പോയത്. സോറി അലോക്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്താ സാറേ നിങ്ങൾ പറയുന്നേ? അതെ അലോക്, ഒന്നെങ്കിൽ നിങ്ങളെ മാക്സിം പുലിയുടെ വയറ്റിലുണ്ടാവും, അല്ലെങ്കിൽ അവിടെ മരിച്ചു പോയിട്ടുണ്ടാകും. സാറേ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവോ? ഒരു വഴിയുണ്ട്, അത് മറ്റൊന്നുമല്ല. ആ ഒരു ബംഗ്ലാവിൽ ക്യാമറയുണ്ട്. മാക്സിമിന് എന്താ പറ്റുന്നത് വ്യക്തമായിട്ട് അതിലൂടെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങളിവിടെ 10 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് സമയം പിടിക്കുന്നതാണ്. അലോക്, നമുക്ക് ക്യാമറ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്, പ്ലസ് ഒരു ഓഡിയോ കൂടി കേൾക്കാൻ പറ്റുന്നതാണ്. അവിടെ എന്താ അവസ്ഥ? പ്ലേ ചെയ്യാം. ആ സാറേ പ്ലേ ചെയ്യൂ. ഇവിടെ കാണാൻ എന്താ രസം. അടിപൊളി ബംഗ്ലാവാണല്ലോ. ഇത് റെന്റിന് കൊടുത്താൽ മതിയായിരുന്നു. എന്നാ എനിക്ക് ഒരു ദിവസം അങ്ങോട്ട് വന്ന് അടിപൊളിയാക്കാലോ. അയ്യോ ഇത് ആര്? മാക്സിമേ തുറകത്ത് പോകുന്ന ആയിക്കോ. അയ്യോ കർത്താവേ രക്ഷിക്കണേ. ഒളിച്ചേട്ടാ ഒന്നും ചെയ്യല്ലേ. അയ്യോ ഇതെന്ത് ബംഗ്ലാവോടൊക്കെ പോ സ്ഥലല്ലോ, പെട്ടല്ലോ. ഇനി കുറച്ച് മാത്രം കടപ്പൂരി കടപ്പൂരി അവിടെ നിന്ന് കള്ളപ്പുലി മണിക്കോ? ഇതിനെന്താ സ്പീഡ്? ഇതാര്? എന്താ മോനെ, നീ ഞങ്ങൾ ചെറുക്കനെ അടിക്കാൻ വന്നെന്ന് പറഞ്ഞേട്ടോ. പുലിനെ ഓടിച്ചപ്പോ നിങ്ങളാണ് വന്നത്. നിനക്ക് അത്ര ധൈര്യമോ? ഈ ഒലത്തും അത് ഇന്നെ അറിയാത്തോണ്ടാ. തിരുണി തുടരാ. ഒന്നും മണ്ടറ മോനെ, ഇന്നെ കാണിച്ചറണം. ഞങ്ങൾക്ക് അറിയാത്തോണ്ടാണ് എന്തിനും നീ വിചാരിച്ചേക്കണിനെ പറ്റി. ഞാൻ മാക്സിമം കുറുക്കനെ എന്ത് കുറുക്കാ നീ മണ്ടത്ത്? അയ്യോ പോലെ ഓടിക്കോളാം, നീ എന്നെ ചെയ്യല്ലേ. നിങ്ങൾ പെണ്ണായിരുന്ന എന്ന് നിങ്ങൾ വിട്ടോ. ഞാനൊരു വില്ലാളി വീരൻ തെന്നി, അല്ലാതെ മൊണ്ണ ആലോക്കിന് പോലല്ല. ഞാൻ സീനാണ്. I'm gonna do my